ഉപേന്ദ്രനാരായണിലേക്ക്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നേരത്തെ ഒരു പ്രേക്ഷകൻ വിളിച്ച് സംസാരിച്ച് താങ്കളും കേട്ടിരിക്കുമല്ലോ, പലയിടത്തും മണ്ണിൻ്റെ ഘടന വ്യത്യസ്തമാണ്. മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ച് വേണം അവിടെ സുരക്ഷിതത്വം തീർക്കാൻ എന്നുള്ളത്. സുരക്ഷിതത്വമേ ഇല്ലാത്ത സാഹചര്യം. ഇപ്പോൾ മണ്ണിൻ്റെ ഘടന പരിശോധിക്കുന്ന നിലവിൽ അങ്ങനെയൊരു സംവിധാനമുണ്ടോ? സത്യത്തിൽ ഒന്നുമില്ല. അതായത് ഈ കേന്ദ്ര പദ്ധതികൾ പൊതുവെ വലിയ വലിയ മുതലാളിമാർക്ക് ഇത് കോൺട്രാക്റ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഈ നാടിനോടോ ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയെപ്പറ്റി ഒരു താല്പര്യമില്ല. കാര്യം അവരുടെ കൊള്ളലാഭം മാത്രമാണ് നമ്മൾ കണ്ടേക്കുന്നത്. അങ്ങനല്ല, ഇത് സംസ്ഥാന സർക്കാരിനും കൂടി ഇതിന്മേലൊരു മേൽനോട്ടം ഉണ്ടാവണം. ഇന്നിപ്പോൾ അതില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന കോൺട്രാക്ടർ വരുന്നു, തൊട്ടടുത്ത മലയിടിക്കുന്നു, റോഡ് പണിയുന്നു. അത് പുഴയുണ്ടെങ്കിൽ അവിടെ ഗാർഡ് റെയിലിംഗ് സമ്പ്രദായം, റീഎൻഫോഴ്സ്ഡ് ഗാർഡ് റെയിലിംഗ് സമ്പ്രദായം ഉണ്ടായാൽ മാത്രമേ വാഹനങ്ങൾ പുഴയിലേക്ക് പോകാതിരിക്കാനുള്ള രീതിയൊക്കെ അവലംബിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊരു ഉത്തരവാദിത്വം ആർക്കും ഇല്ലാത്ത രീതിയിലേക്കാണ് നിർമ്മാണവും അതിൻ്റെ ടോൾ പിരിവും അതിൻ്റെ മെയിൻ്റനൻസും നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറയുന്ന മല ഒരു കാരണവശാലും തൊടാൻ പാടില്ല എന്ന് കേരള ഗവൺമെൻറ് നിയമം ഉണ്ടാക്കണം. പൊതുനിരത്തുകൾ പണിയുമ്പോൾ മലയിൽ നിന്ന് മാറി വേണം. കാര്യം എക്സ്കവേറ്റർ മാതിരിയുള്ളതും പിന്നെ പാറ പൊട്ടിക്കുന്ന പരിപാടികളൊക്കെ കുന്നുമേ ചെയ്യുമ്പോൾ അത് ഫലത്തിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുകയും നമ്മുടെ റോഡുകൾ കൊലയാളി സംഘം പോലെ നമുക്കെതിരെ പ്രവർത്തിക്കും. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല കേരളത്തിന് ഒട്ടും തന്നെ. കാര്യം നമുക്ക് വേണ്ടത്ര ഭൂമിയില്ല, വാഹന ബാഹുല്യമുണ്ട്, യാത്ര ചെയ്യേണ്ട ആവശ്യം മറ്റാരേക്കാളും കൂടുതലാണ്. കാര്യം ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് കേരളം. അത് ബഹുമാനപ്പെട്ട PWD മന്ത്രി, ടൂറിസം മന്ത്രിയും കൂടിയാണ്. അദ്ദേഹം ഇന്ന് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സേഫ്റ്റി ഓഡിറ്റ് ചെയ്യിക്കണം. എന്നിട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രദേശം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെന്താണ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ഡിസൈൻ ചെയ്യേണ്ടത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞ ടൂറിസം വകുപ്പിന് കൂടി ഉത്തരവാദിത്തമുള്ള ഒരു വിഷയമാണ് ഇത് എന്നുള്ള കാര്യം. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഷിരൂരിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇതുകൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. വീണ്ടും